ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സബാഹുൽ ഖൈർ. സബാഹുൽ ഖൈർ. കാണുന്നുണ്ടോ? സാറെ കാണുന്നുണ്ടോ? ഓക്കെ, എന്തെല്ലാണ് വിശേഷങ്ങള്? സുഖല്ലേ? സബാഹുൽ ഖൈർ. എൻ്റെ കൊച്ചു കൂട്ടുകാരെ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പഠിക്കുകയാണോ? നമുക്ക് പരീക്ഷ എഴുതണ്ടേ? ഓക്കെ. കളിക്കുകയാണോ? കളി കഴിഞ്ഞോ? ഓക്കെ. നിങ്ങളുടെ അടുത്ത് ടോയ്സ് ഒക്കെ ഉണ്ടോ? സാറടുത്ത് കുറച്ച് ടോയ്സ് ഉണ്ട്, കണ്ടോ? എന്താണിത്? എന്താണ് ടോയ്സ്? ഓക്കെ, പറയൂ. JCB ആണ് അല്ലേ? ഓക്കെ. പിന്നെന്താണ് സാറടുത്തുള്ളതെന്ന് അറിയോ? വേറൊരു സാധനം ഉണ്ട്, കാണിക്കട്ടെ. എന്താണിത്? ഇതിന് സാറ് ടോയ്സിന്റെ പേര് തുഫാഹ് എന്നാ. കണ്ടോ? വേണോ? തുഫാഹ് കണ്ടോ? ഇത് തുഫാഹ്. ഇത് സാറ് ടോയ് ആണ്. ഇനിയോ വേറൊന്നുണ്ട്. ഇതാ. എന്താണിത്? ഇത് അനാനാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോയ് ആണ്. ഓക്കെ. അങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് സാറടുത്ത്. ഓക്കെ, നമുക്ക് കളിച്ചുകൊണ്ട് പഠിക്കാം അല്ലേ? കളിച്ചു പഠിക്കാം അല്ലേ? പഠിച്ചു കളിക്കാം. ഞാൻ സാറൊരു കഥ പറഞ്ഞു തരട്ടെ? ഓക്കെ. ഒരു കാട്ടിലൂടെ ഭക്ഷണം അന്വേഷിച്ച് ഒരു ഖറൂഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിലെത്തിയതാണ്, നടന്ന് കാട്ടിലെത്തിയതാണ്. കുറേ കഴിഞ്ഞപ്പോൾ വഴിയൊക്കെ മറന്നുപോയി. ആട്ടിൻകുട്ടിയോട് വഴിയൊക്കെ മറന്നുപോയി. അപ്പോൾ ആകെ കരഞ്ഞു. ഉമ്മി എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഒരാൾ വന്നു. ആരാണ് വന്നത്? അസദ് അല്ലേ? നിങ്ങൾക്കറിയല്ലേ കഥ? സാറ് പറയുന്ന കഥ നിങ്ങൾക്കറിയാം അല്ലേ? ടീച്ചർ പറഞ്ഞു തന്നതാണോ? സാറ് പറഞ്ഞു തന്നതാണോ? ഓക്കെ. ആരാണ് വന്നത്? കാട്ടിലെ രാജാവ് വന്നിട്ട് ആരാണ്? അസദ്. കണ്ടില്ലേ നിങ്ങള്? അസദ് വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ സഹായിക്കാം. എന്ത് പറ്റി അല്ലേ? ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു അല്ലേ? അസദ് വന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു. നോക്കി നിങ്ങള്, അസദ് എന്ന് എഴുതിയത് എന്താ വിട്ടുപോയത്? ഇതിലേതാ? എന്നുള്ളത് ഏതാ? നിങ്ങളുടെ അടുത്ത് നോട്ട് ബുക്ക് ഉണ്ടോ? ദഫ്തറുണ്ടോ? സാറടുത്ത് ദഫ്തർ ഉണ്ടല്ലോ. ദഫ്തറുണ്ട്. മിസ്മാർ ഉണ്ടോ? മിസ്മാർ. സാറടുത്ത് മിസ്മാർ ഉണ്ട്. എടുത്തു വെക്കോ നിങ്ങള്. അതിലൊന്ന് എഴുതൂ. അതിലേതാന്ന്? അസദ് അല്ലേ? അസദ് എന്താണ്? സിംഹമാണ് അല്ലേ? ഓക്കെ. അങ്ങനെ അവര് അസദ് എന്ത് ചെയ്തു? ആട്ടിൻകുട്ടിയെയും കൊണ്ട് പോയി. എങ്ങോട്ടാ പോകുന്നത്? ബൈത്തിലേക്കാണ് അല്ലേ? ആട്ടിൻകുട്ടിയുടെ ബൈത്തിലേക്കാണ്, വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബൈത്തിലേക്ക് പോയി അല്ലേ? ബൈത്ത് എവിടെ? ബൈത്ത് നിങ്ങൾ കണ്ടോ? ഇങ്ങനെയാണ് ബൈത്ത് നെയ്ത അല്ലേ? ഇതാണ് ബൈത്ത്. അങ്ങനെ പോയി കുറേ പോയപ്പോ ആകെ ദാഹിച്ചു. ആട്ടിൻകുട്ടിക്ക് ദാഹിക്കുന്നു. എനിക്ക് വെള്ളം വേണം. എവിടെ എത്തിയെന്നറിയോ? ഒരു ബിർക്കത്തിന്റെ അടുത്തെത്തി. അവിടെ നിന്ന് വെള്ളം കുടിച്ചു. ബിർക്കത്ത് എവിടെ? ബിർക്കത്തിന്റെ അടുത്തെത്തി വെള്ളം കുടിച്ചു. ഇതല്ലേ ബിർക്കത്ത്? ഓക്കെ. ഇതാണോ ബിർക്കത്ത്? ഓക്കെ. എവിടെ എത്തിയപ്പോ ഒരു സൗണ്ട് കേട്ടു, ഒരു സൗത്ത് കേട്ടു. ആരുടെ സൗണ്ടാണത്? ആരുടെ ശബ്ദമാണ്? ഇതാ നോക്കൂ നിങ്ങള്. ഓക്കെ, ബുൽബുൽ അല്ലേ? ബുൽബുൽ. ഇതിലേതാ? ബുൽബുൽ എന്ന് എഴുതണമെങ്കിൽ ഇതിലേതാ വേണ്ടത്? ബു. ഏതാ വേണ്ടത്? ബു അല്ലേ? ബു എന്ന് എഴുതിയാലല്ലേ ബുൽബുൽ എന്നാവുക അല്ലേ? എന്താണ് അല്ലേ? ഓക്കെ, ബുൽബുൽ. കണ്ടോ നിങ്ങള്? ബുൽബുൽ. പരീക്ഷ പേപ്പറിൽ നമുക്കൊരു പരീക്ഷയ്ക്ക് ഒരു പേപ്പർ കിട്ടിയല്ലേ? അതിൽ നമുക്ക് എന്താ എഴുതാണ്ടാവുക? ഇസ്മ എഴുതാണ്ടാവും. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? പേര്. നിങ്ങൾക്ക് പേര് എഴുതാൻ അറിയാമല്ലോ. വെരി ഗുഡ്. അഹ്സൻ. പേര് എഴുതാൻ അറിയാം. ഇസ്മ എഴുതാൻ അറിയില്ലേ? അവിടെ നന്നാക്കി പേരെഴുതണം. സ്കൂളിന്റെ പേര് എഴുതുക അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ ബുൽബുൽ. പരീക്ഷ പേപ്പറിൽ ഇതേപോലെ ചിത്രം ഉണ്ടാവും. എന്നിട്ട് എന്തുണ്ടാവും? അവിടെ പൂരിപ്പിക്കാനുണ്ടാവും. അവിടെ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ അക്ഷരങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുണ്ടാവും. ഓക്കെ. അങ്ങനെ ബുൽബുൽ. ഇനിയോ അവിടെ അങ്ങനെ കുറെ പോയപ്പോ ബുൽബുലിനോട് പറഞ്ഞത്, എനിക്ക് എന്ത് വേണം? അവിടെ മരങ്ങളൊക്കെ ഉണ്ട്. എന്തിന്റെ മരമുണ്ട്? റുമ്മാന്റെ മരമുണ്ട്. റുമ്മാൻ വേണം. അങ്ങനെ റുമ്മാൻ കൊടുത്തു. റുമ്മാൻ എങ്ങനെ എഴുതുക? കണ്ടോ നിങ്ങള്? റുമ്മാൻ കണ്ടില്ലേ? റുമ്മാൻ എഴുതിയല്ലോ. ഇതാണ് റുമ്മാൻ അല്ലേ? ഇതില് പിന്നെ കുറേ
റാകളുള്ള കള്ളികളുണ്ടല്ലോ. ഏതൊക്കെ റാകളുള്ള കള്ളി? ഓക്കെ ഇതൊക്കെയാണ് റാ ഉള്ള കള്ളി അല്ലേ? കണ്ടെത്ത് നോക്കൂ, നിങ്ങൾ നോക്കൂ. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ബൈത്ത് എന്ന് എഴുതാനുണ്ട് അല്ലേ? അവിടെ ബാ അല്ല. ബാ എങ്ങനെ എഴുതുക? എന്ന് എഴുതി നോക്കൂ. ബൈത്ത്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കുവാൻ വേണ്ടി സാറ് ആവർത്തിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടും അല്ലേ? എ ഗ്രേഡ് കിട്ടും. അതുകൊണ്ട് എ ഗ്രേഡ് കിട്ടാൻ വേണ്ടി സാറ് വീണ്ടും വീണ്ടും പല രീതിയിൽ അങ്ങനെയും അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. ബൈത്ത് അല്ലേ? ഇതെന്താ ബൈത്ത്? ഇവിടെ റുമാൻ വിട്ട് റാ വിട്ട് തുഫാഹിന്റെ താ വിട്ട് പോയിട്ടുണ്ടല്ലോ. തുഫാഹും തിന്നിട്ടുണ്ട്, റുമാനും തിന്നിട്ടുണ്ട് അല്ലേ? തുഫാഹ് ഏതാ തുഫാഹ്? ഇതാ തുഫാഹ്. താ വിട്ടു പോയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. നോട്ട് ബുക്കിൽ എഴുതിയോ നിങ്ങൾ തുഫാഹ്? ഇപ്പൊ റുമാൻ എഴുതി, അസദ് എന്ന് എഴുതിയോ? അസദ് എന്ന് എഴുതി. പിന്നെന്താ എഴുതി? ബൈത്ത് എന്ന് എഴുതി. പിന്നെയോ ബിർക്കത്ത് എന്ന് എഴുതി. പിന്നെന്താ എഴുതിയത്? റുമാൻ അല്ലേ? റുമാൻ എവിടെ? റുമാൻ എഴുതിയിട്ടുണ്ട് അല്ലേ? തുഫാഹ് എന്ന് പറഞ്ഞ തുഫാഹ് നിങ്ങൾക്ക് ഇഷ്ടാണോ? സാറിന്റെ അടുത്തൊരു തുഫാഹ് ഉണ്ട്. തുഫാഹ് അല്ലേ? തുഫാഹ് ഉണ്ട്. ഓക്കെ. അങ്ങനെ തുഫാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പിൾ. ഓക്കെ. അങ്ങനെ ഇനി ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ. അസദ് എന്ന് എങ്ങനെ എഴുതുക? അസദ് എന്നുള്ളത് എങ്ങനെ എഴുതുക? ഓക്കെ. നിങ്ങൾ കണ്ടില്ലേ? ഇതിൽ എങ്ങനെ ഏതാ വേണ്ടത്? ഇതാണ് വേണ്ടത് അല്ലേ? ഓക്കെ. അസദ്. അതാണ്. ഇനി നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരേപോലെയുള്ള അക്ഷരങ്ങൾ ഏതാ ഇതിൽ ഒരേപോലെയുള്ളത് ഒറ്റൊന്നേ ഉള്ളു. ഏതാ ഉള്ളത്? രണ്ടെണ്ണം ഉണ്ടോ? ഇല്ല. പിന്നെയോ? അല്ല, രണ്ടെണ്ണം ഉണ്ട് അല്ലേ? മൂന്നെണ്ണം ഉണ്ട് അല്ലേ? താ മൂന്നെണ്ണം ഉണ്ട് അല്ലേ? താ മൂന്നെണ്ണം ഉണ്ട് അല്ലേ? നോക്ക് നിങ്ങൾ, താ മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ തുഫാഹിന്റെ താ എത്ര ഉണ്ട്? മൂന്നെണ്ണം ഉണ്ട് അല്ലേ? ഓക്കെ. ചിലപ്പം കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? അതാണോ ശരി? ഇതാണോ ശരി? ഏതാണ് ശരി? അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ താ നോക്കൂ നിങ്ങൾ, എത്ര ഉണ്ട്? 1 2 3. ഓക്കെ. ഇപ്പൊ തുഫാഹ് പഠിച്ചു, റുമാൻ പഠിച്ചു. ഇനി സാറതാ നിങ്ങൾ നേരത്തെ ബിർക്കത്ത് എഴുതിയില്ലേ? ബിർക്കത്തിന് എന്താ വേണ്ടത്? ബി എന്നുണ്ട് ഇവിടെ, റാ എന്നുണ്ട് ഇവിടെ, തു എന്നുണ്ട്. ഏതാ വേണ്ടത്? ബിർക്കത്തിന് ഏതാ വേണ്ടത്? ബി അല്ലേ വേണ്ടത്? ബി എഴുതിയാലല്ലേ ബിർക്കത്ത് എന്ന് വായിക്കുക. എന്താ ശരിയാ അല്ലേ? ഓക്കെ. അങ്ങനെ അവര് പോയി വീട്ടിലെത്തി. ആര്? അസദും ഹറൂഫും. ആട്ടിൻകുട്ടിയും അസദും എവിടെ എത്തി? വീട്ടിലെത്തിയപ്പോ ഉപ്പ വഴിയിലുണ്ട്. അപ്പൊ ഉപ്പാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അല്ലേ? സബാൽ ഹൈർ സബാനൂറൊക്കെ പറഞ്ഞു അങ്ങനെ ഓടിച്ചെന്നു അല്ലേ? സന്തോഷായി. കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോ ഉപ്പ എന്ത് ചെയ്തു? അബ് വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ വരൂ എന്ന് പറഞ്ഞു അസദിനോട്. അങ്ങനെ എല്ലാരും കൂടി വീട്ടിൽ പോയപ്പോ അവിടെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ? ഉമ്മറത്ത് തന്നെ കൊലായിൽ നിന്നല്ലേ നിങ്ങൾ പറയാ? വീടിന്റെ ഉമ്മാരത്ത് തന്നെ, വീടിന്റെ മുമ്പിൽ തന്നെ ആരുണ്ട്? ഉമ്മ ഉണ്ട്. സന്തോഷായി ഓടിച്ചെന്നു അല്ലേ? കെട്ടിപ്പിടിച്ചു. ഉമ്മ കാണാതിരിക്കല്ലേ? സങ്കടമായിട്ട് ഇരിക്കുകയാണ് അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? വീട്ടിൽ വന്നതല്ലേ അസദിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? അസദിന് എന്തല്ല കൊടുക്കുന്നത്? അസദിന് എന്തല്ല കൊടുത്തത്? അസദിനെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. അസദിന് ഉമ്മ എന്താ കൊടുത്തത്? അനാനാസ. ഉമ്മ എന്താ കൊടുത്തത്? അനാനാസ്. അനാനാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കാണിക്കതാ ഒരു അനാനാസ്. ഇതെന്താണ്? അനാനാസ് ആണ് അല്ലേ? അനാനാസ്. ഇനി വേറൊരു അനാനാസ് ഉണ്ട് സാറിന്റെ അടുത്ത് അല്ലേ? അനാനാസ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ അനാനാസ്? എന്താണ് അനാനാസ്? നല്ല ടേസ്റ്റ് അനാനാസിന് അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ അനാനാസിന്? ഓക്കെ. ഇത് അനാനാസ് കണ്ടോ നിങ്ങള്? അനാസ്. ഇതിലേതാ അനാനാസ്? അനാനാസ് എഴുതിയത് ഏതാണ്? പരീക്ഷ പേപ്പറിൽ ചിലപ്പോ ചിത്രങ്ങൾ കൊടുക്കൂ, അവിടെ പേര് എഴുതിയിട്ടുണ്ടാവും അല്ലെ? ടിക്ക് ചെയ്യാനുണ്ടാവും. ശരി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഓക്കെ. റെഡിയല്ലേ? സെറ്റല്ലേ? എല്ലാവർക്കും എ ഗ്രേഡ് റെഡിയാ. ഇനി ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഇതിലേതാണ് അസദ് ഏതാണ്? അസദ് വളരെ സിമ്പിൾ ആണ്, അത് പൂരിപ്പിക്കാൻ. ഇനിയോ വീടിനെന്താ പറയാ? ബൈത്ത് ഏതാ? ഇതിലേതാ? ബൈത്തിന്റെ ഏതാ വിട്ടുപോയത്? ബാ അല്ലേ?
അവിടെ ബ എന്ന് എഴുതൂ. പിന്നെയോ തുഫാഹിന്റെ തു എഴുതൂ. ഒക്കെ അറിയാം. ഇനി തുഫാഹിന്റെ ഏതക്ഷരം ഇവിടെ വിട്ടുപോയത്? ഇവിടെ റൂന്നുണ്ട്, ദൂന്നുണ്ട്, തൂന്നുണ്ട്. ഏതാ തു? ഇതാണ് തു അല്ലേ? തുഫാ. എളുപ്പമാണ്. നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയാ? നോട്ട് ബുക്കില് വീണ്ടും എഴുതുക അല്ലേ? അനാനാസിന്റെ ചിത്രത കണ്ടോളൂ അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? അനാനാസ്. പിന്നെ ബബായ അല്ലേ? ബബായ കൊടുത്തു. ആരാ ബബായ കൊടുത്തത്? ബബായ കൊടുത്തത് ഉപ്പയാണ്, അബുനാണ് അസദിന് എന്ത് കൊടുത്തത്? ബബായ കൊടുത്തത് അല്ലേ? ബബായ എന്ന് പറഞ്ഞാൽ എന്താണ് ബബായ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ തിന്നിട്ടുണ്ടോ? പപ്പായ നിങ്ങൾ കേട്ടിട്ടില്ലേ? പപ്പായ. ഓക്കെ, പപ്പായ കേട്ടിട്ടില്ലേ? പപ്പായ. കർമൂസ എന്നും പറയൂലേ? ഇതെന്താണിത്? ഇത് സാറ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ബബായാണ്. സാറ ഉണ്ടാക്കിയൊരു ബബായാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളെ വീട്ടിലെ ബബായ ഉണ്ടോ? ബബായന്റെ മരം ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കാണിക്ക്. നിങ്ങൾ തിന്നാറുണ്ടോ? ഇത് പഴുത്തിട്ടുണ്ടെങ്കിൽ, ഇത് പഴുത്തിട്ടില്ല, അത് പച്ചയാണ്. പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബബായൊക്കെ. ഓക്കെ, ബബായ കൊടുത്തു. എന്ത് കൊടുത്തു? ബബായ നല്ലത് വായിക്കുക. ഓക്കെ, ബബായ കൊടുത്തു. പിന്നെ ഉഹത്ത് എന്താണ് കൊടുത്തത്? ഉഹത്ത് അസദിന് എന്താ കൊടുത്തത്? തെമ്പ്ര കൊടുത്തു അല്ലേ? തെമ്പ്ര കണ്ടോ നിങ്ങള്? തെമ്പ്ര നിങ്ങൾ കഴിച്ചിട്ടില്ലേ? തെമ്പ്ര നല്ല ടേസ്റ്റ് ആണ്, നല്ല എനർജി കിട്ടും അല്ലേ? നല്ല ശക്തി കിട്ടും. നിങ്ങൾക്ക് മസിലുണ്ടോ? എടുക്ക്. നല്ല മസിലുണ്ട് അല്ലേ? തെമ്പ്ര കഴിച്ചാൽ നല്ല മസിലും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ശരി. ഇനി എന്താണ് ഇതില്? ഒന്നുകൂടി ഞാൻ ബബായ ചോദിക്കട്ടെ. ഇതില് ബബായ എന്നുള്ളതില് ബാ വിട്ടു പോയിട്ടുണ്ട്. ഏതാണ്? താന്ന് അവിടെ ഉണ്ട്, ബാന്ന് അവിടെ ഉണ്ട്, ആന്ന് അവിടെ ഉണ്ട്. അപ്പൊ ബബായ എന്ന് വായിക്കാൻ ബാല വേണ്ടത്. ബബായ. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉള്ളത്? ഹറൂഫിന്റെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? നോക്ക് നിങ്ങള്. അബുനുണ്ട്, ഉമ്മനുണ്ട്. ഉമ്മ ആദ്യം തുടങ്ങി അല്ലെ? ഉമ്മ അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അല്ലെ? ഉമ്മാന്റെ പേര് ആദ്യം പറയും അല്ലെ? ഉമ്മനുണ്ട് അല്ലെ? നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ആരാ? ഉമ്മനാണോ അബുനാണോ? ആരാണ്? ഉമ്മനാണോ? നിങ്ങളുടെ കൂടെ ഉള്ളത് ആരാ? ഉമ്മനാണോ? ഈ മൊബൈൽ ആരുതാ? നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഉമ്മന്റെ മൊബൈലാണോ അബുന്റെ മൊബൈലാണോ? ഓക്കെ, ഉമ്മ അല്ലെ? അബുൻ ഉപ്പ. സാറൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് വായിക്കോ. ഉമ്മ, അബുൻ ഉപ്പ, അഹുൻ സഹോദരൻ, അഹുൻ സഹോദരൻ അല്ലെ? പിന്നെ ഉഖ്തുൻ സഹോദരി, അന അല്ലെ? അന ഷമീർ മാസ്റ്റർ. നിങ്ങളോ പറ. അന പറയൂ. എന്താണ്? അന ഷഹസീർ അല്ലെ? അന മുഹമ്മദ് അല്ലെ? അന മുഹമ്മദ്. ഓക്കെ, അങ്ങനെ അന ആദിൽ അല്ലെ? അന ആദിൽ. അങ്ങനെ എന്ത് ചെയ്യാ? ഓരോരുത്തരെയും പേര് ഞാൻ അല്ലെ? അന ഖദീജ, അന ഫാത്തിമ, അന ഇസ്സ മറിയം അല്ലെ? ഓക്കെ, ശരി. ഇനി എന്താ ഉള്ളത്? ഇതിലേതാണ് നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് അല്ലെ? ഇവിടെ എന്താ ഉള്ളത്? അസദ് ഉണ്ട്. അസദ് കൂട്ടിച്ചേർക്കുക. പിന്നെ ബൈത്ത്, സിമ്പിൾ ആണ് ബൈത്ത്. പിന്നെ ബുൽബുൽ ഉണ്ട്, ബിർക്കത്ത് ഉണ്ട് അല്ലെ? ബുൽബുൽ ബിർക്കത്ത് ഉണ്ട്. ഇനി നോക്കുക നിങ്ങൾ റാ ഇതിലേതൊക്കെ റാ ഉള്ളത്? എവിടെയൊക്കെ റാ ഉള്ളത്? റാ എവിടെയൊക്കെ ഉള്ളത്? നല്ല ചൂടുണ്ട് അല്ലേ? മഴയുണ്ടോ? ഇല്ല. സാറിന്റെ നാട്ടിൽ ഇവിടെ ഇപ്പൊ ഇന്ന് മഴയല്ല, നല്ല ചൂടാണ്. സാറ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. എങ്ങനെയുണ്ട് സാറ് ഗ്ലാസ്? എങ്ങനെയുണ്ട്? സ്ട്രോക്ക് ഉണ്ട് അല്ലേ? നിങ്ങൾക്കുണ്ടോ എങ്ങനത്തെ ഗ്ലാസ്? നിങ്ങൾക്കുണ്ട് അല്ലേ? എനിക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ നിങ്ങള്. ഇതാ അവിടെ ചിത്രമുണ്ട്. അബുൻ അല്ലേ? അബുൻ. എന്നിട്ട് അബുന്റെ അടുത്തേക്ക് ഒരു വര വരയ്ക്കുക. ഓക്കെ, പിന്നെയോ ഉഹ്തുൻ, ഉമ്മുൻ. ഊന്റെ അടുത്തുനിന്ന് ഉമ്മിലേക്ക് ഒരു വര വരയ്ക്കുക, ഉമ്മന്റെ അടുത്തേക്ക് ഒരു വര വരയ്ക്കുക. പിന്നെ അഹുൻ എന്ന് പറയുമ്പോ അല്ലേ ആദ്യം? അങ്ങനെ വരയ്ക്കുക. ഉഹ്തുൻ അങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇനിയോ അങ്ങനെ അവർക്കൊക്കെ സന്തോഷമായി അല്ലേ? അങ്ങനെ അവസാനം എന്ത് ചെയ്തു? സിംഹം എന്ത് ചെയ്തു? അസദ് വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയി?
കാട്ടിലേക്ക് പോയി അല്ലേ. അവരോടൊക്കെ എന്ത് ചെയ്തു? സ്വബാൽ ഹൈർ സ്വബാൻ നൂറൊക്കെ പറഞ്ഞ് മഅസ്സലാമ ഇലല്ലിക്ക ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി. ഓക്കെ, ഇനി സ്വാലിഹിന്റെ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സാലിഹിന്റെ പുതിയ കൂട്ടുകാരന്റെ പേരെന്താണ്? സ്വാലിഹിന്റെ ഒരു പുതിയ കൂട്ടുകാരന്റെ പേരെന്താ? കിത്തുൻ. ആരാണ്? കിത്തുൻ അല്ലേ. കിത്തിനെ കൊണ്ട് ഇങ്ങനെ വരുമ്പോ, സാലിഹ് ഇങ്ങനെ വരുമ്പോ വീട്ടിന്റെ അടുത്തുനിന്ന് ഒരാള് ബൗ 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 എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ആരാണത്? കൽബാണ്. ആരാണ്? കൽബാണ്. ഒരു കൽബാണ്. കൽബിനാരാണ്? നിങ്ങൾ കൽബിനെ കണ്ടിട്ടുണ്ടോ? ബൗ ബൗ കൽബിനെ കണ്ടിട്ടുണ്ടോ? ഭൗ കൽബ് വരെ കൽബ് നിറഞ്ഞായ അല്ലേ. അങ്ങനെ വീട്ടിലെത്തി. ഇതാരാണെന്ന് ചോദിച്ചു. മൻ ആരാണ്? അപ്പൊ സ്വാലിഹ് എന്ത് പറഞ്ഞു? ഇതെന്റെ പുതിയ കൂട്ടുകാരനാണ് അല്ലേ. അപ്പൊ അവർ പരസ്പരം പരിചയപ്പെട്ടു അല്ലേ. കിത്താണ്, കൽബാണ്. അപ്പൊ കൽബ് എന്ത് ചെയ്തു? കിത്തിന് ഹലീബ് കൊടുത്തു. വീട്ടിൽ വന്ന എന്താ കൊടുക്കണ്ടേ? ഹലീബ്. ഹലീബ് എന്ന് പറഞ്ഞാൽ എന്താ? പാൽ അല്ലെ, മിൽക്കാണ്, പാലാണ് അല്ലെ. നിങ്ങൾക്ക് പാൽ ഇഷ്ടമാണോ? ഹലീബ് ഇഷ്ടമാണോ? നിങ്ങൾ ഇന്ന് ഹലീബ് കുടിച്ചിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് കുടിക്കാറുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ. ഇനിയോ? നിനക്ക് ഇഷ്ടല്ലേ? പാല് കുടിക്കണം, ഹലീബ് കുടിക്കണം. ഓക്കെ, ശരി. ഇനി ഇത് ഒരു കുട്ട കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു കുട്ട. ഇതിലെന്തല്ല ഉള്ളത് എന്നറിയോ? കാഫ് വന്നിരിക്കുന്ന വാക്കുകൾ കുട്ടയിലേക്ക് എത്തിക്കണം. അതിങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഏതൊക്കെ വന്നത്? ശുക്രൻ കാണ്ടോ? തംബ്രുൻ കാണ്ടോ? ഇല്ല. കിതാബിൽ കാണ്ടോ? ഉണ്ട്. അർണബിൽ കാണ്ടോ? ഇല്ല. കൽബിൽ കാണ്ടോ? ഉണ്ട്. ബാബിൽ കാണ്ടോ? ഇല്ല. മലിക്കുൻ എഴുതിയല്ലേ? അങ്ങനെയും കായിത അല്ലെ. അങ്ങനെയും കായിത. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ വീട്ടിലെത്തി. വീട്ടില് ഒരു ഹൗദുൽ അസ്മാക്ക് ഒരു അക്കോറിയുണ്ട്. അതിലൊരു സമക്കുണ്ട്. അതിലെന്തുണ്ട്? സമക്കുണ്ട്. അപ്പോ കിത്ത് പറഞ്ഞു, ഈ സമക്ക് എനിക്ക് വേണം. ഇഷ്ടായി, സമക്കിന് ഇഷ്ടമായി, അത് വേണം എന്ന് എടുക്കാൻ വേണ്ടി വിചാരിച്ചു. ഗ്ലാസ്സിലല്ലേ, കിട്ടോ? ഇല്ല. അപ്പൊ സൂസ് ഉണ്ട് അവിടെ. സൂസ് എന്ത് പറഞ്ഞു? സൂസ് എന്ന് പറഞ്ഞാരാ? കോഴിക്കുഞ്ഞ് അല്ലെ. കോഴിക്കുഞ്ഞ് എന്ത് പറഞ്ഞു? കോഴിക്കുഞ്ഞ് എന്താ പറഞ്ഞ? നോക്കൂ നിങ്ങള്. ഹാദാ സമക്കി കാലൽ കിത്തു ഹാദാ സമക്കി. ഇതെന്റെ സമക്കാണ് എന്ന് പറഞ്ഞു. ആര്? കിത്ത് പറഞ്ഞു ഇതെന്റെ സമക്കാണ്. അപ്പോ സൂസും വിട്ടുകൊടുത്തില്ല. സൂസ് പറഞ്ഞത് കാല സൂസു ഹാദാ സമക്കി ലാ 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 ഹാദാ സമക്കി. കിത്തേ നിന്റെതല്ല സമക്ക്, ഇത് എന്റേതാണ് എന്ന് പറഞ്ഞു. വീണ്ടും കിത്തെന്ന് പറഞ്ഞു. കാലൽ കിത്തു ഹാദാ സമക്കി, എന്റേതാണ് സമക്ക്. വീണ്ടും സൂസ് എന്ന് പറഞ്ഞു. കാല സൂസു ഹാദാ സമക്കി. അങ്ങനെല്ലാം കൂടി അടിയായിട്ടില്ല. എന്ത് പറഞ്ഞു? അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കായി. ഇപ്പൊ സാലിഹ് എന്ന് പറഞ്ഞു, സൂസിനെ വിളിച്ച് കുറെ റുസ് ഇട്ട് കൊടുത്തു. അരിമണികൾ, ധാന്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നീ ധാന്യം തിന്നോളൂ, ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഭക്ഷണം കഴിച്ചോളൂ അല്ലേ. അക്കോറിയത്തിൽ തന്നെ ആരുണ്ട്? സമക്കുണ്ട്. സമക്കിനെ നിങ്ങൾ കണ്ടോ? സമക്കിനെ നിങ്ങൾക്ക് ഇഷ്ടാണോ? നിങ്ങളുടെ വീട്ടിൽ സമക്കുണ്ടോ? ഉണ്ടോ? ഓക്കെ, ശരി. അത് ചില നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ, ചില സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല നല്ല കളറുള്ള ഇതാ, നല്ല നിറമുള്ള ചുവപ്പും മഞ്ഞയൊക്കെ ഉള്ള നല്ല സമക്കല്ലേ? സമക്ക്. സൂസ് കോഴിക്കുഞ്ഞില്ലേ, നല്ല രസാ സൂസിനെ കാണാൻ അല്ലേ. ഓക്കെ, സൂസ് ഇങ്ങനെ എഴുതുക, കണ്ടോ നിങ്ങള്? സൂസ് ഇങ്ങനെ എഴുതുക അല്ലേ. ഇനി ഇതില് ഒരേപോലെയുള്ള അക്ഷരം ഏതാണ്? ഒരേപോലെയുള്ള അക്ഷരം സ അല്ലെ. സീനല്ലേ? സീന്. അപ്പൊ സീന് നിങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്തോളൂ. സീന് ചെയ്തു. ഇനി നോക്കൂ, ഇവിടെ ഒരു ചിത്രം കാണും നിങ്ങള്. ചുവപ്പ് കളറില് ഒരു സ്വാദ് എന്താ വായിക്കാതെ? സ്വാസു അല്ലെ. ഇനി സീന് നീല കളറിൽ എന്താ? സീന്. ഇതിലേതൊക്കെയാണ് സീന്? ഇതിലേതൊക്കെയാണ് സ്വാദ്? ഏതൊക്കെയാണ്? നോക്കൂ നിങ്ങള്. ഓക്കെ, കണ്ടു. ഇനി അടുത്തത് നോക്കൂ. ചില വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതില് സീനുള്ളതിന് ഏത് കളറാണ് കൊടുക്കേണ്ടത്? സീനുള്ളതിന് ഏത് കളറാണ് കൊടുക്കേണ്ടത്? പച്ചക്കളർ. സീനുള്ളതിന് ഏത് കളറാണ്? പച്ചക്കളർ. ഇനിയോ സ്വാദുള്ളതിനോ? മഞ്ഞ കളർ. സ്വാദുള്ളതിന് ഏതാ കൊടുക്കേണ്ടത്?
മഞ്ഞ കളർ കൊടുക്കുക. കണ്ടോ ഏതൊക്കെയാണുള്ളത്? സാറ് വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയോ അങ്ങനെ എന്ത് ചെയ്തു? അവര് പരസ്പരം ഒരുപാട് കൂട്ടുകാരുണ്ട് അവിടെ അല്ലേ? ഹമാമത്തുണ്ട്, ഹമാമത്ത് അവിടെ കിത്തുണ്ട്. ഏതൊക്കെ കൂട്ടുകാരുള്ളത് നോക്കൂ നിങ്ങള്. ഹമാമത്തുൻ, ഹമാമത്താര പ്രാവാണ്. കിത്തുൻ, കിത്തുൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? പൂച്ചയാണ്. പിന്നെ ദജാജത്ത്, ദജാജത്ത് കോഴിയാണ്. ദീക്കും കോഴിയാണ്. എന്താ വ്യത്യാസം? ദീക്കിനൊരു പൂവുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ പൂവൻ കോഴി എന്ന് പറയാം അല്ലെ? പൂവൻ കോഴി അല്ലെ? ഓക്കെ. ദജാജത്തോ പിടക്കോഴി. ഏത് കോഴിയാണ് നമുക്ക് എഗ്ഗ് തരുന്നത്, മുട്ട തരുന്നത്? ഏത് കോഴിയാ? ദജാജത്താണ് അല്ലെ? ദജാജത്താണ്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ സാറ് കുറച്ച് ചിത്രം കൊടുത്ത കണ്ടോ? ഇതിൽ ഏതാണ് കാഫുള്ള വാക്കുകള്? കലമുൻ കാഫുണ്ട്. കൽബുൻ, കൽബുൻ കാഫല്ല അല്ലെ? അത് കാ അല്ല. ബക്കറത്തുൻ പശു അല്ലെ? അതില് കാഫുണ്ട്. റുമാല് കാഫുണ്ടോ? ഇല്ല. ത്വരീഖ്, ത്വരീഖ് അതിലും കാഫുണ്ട് അല്ലെ? അതിലും കാഫുണ്ട്. ഇനിയോ അതേപോലെ തന്നെ പരീക്ഷാ പേപ്പറിൽ ചിലപ്പോൾ ഉണ്ടാവും ഏത്? ദാലുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ദാലുള്ള വാക്കുകൾ ഇതാ സാറ് റെഡ് കളറിൽ അഹ്മർ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണത്? ദൽവിലുണ്ട്, ദൂതത്തിലുണ്ട്, വലത്തിലുണ്ട് അല്ലെ? അത് നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞാലും നിങ്ങൾക്ക് വായിക്കാൻ അറിയണ്ടാവില്ല. ചിലപ്പോ വായിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും ദാലുള്ള പദം നമുക്ക് കണ്ടൂടെ? ദാ ഉള്ളത് കണ്ടൂടെ? ദാ അറിയില്ല നിങ്ങൾക്ക്? ഓ, ഏത് അക്ഷരം നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓക്കെ. ഇനിയോ ആ കൂട്ടുകാരെ ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ബക്കറ, ബക്കറ പശു. ഓക്കെ. ബബ് ആ, ബബ് ആ, ബബ് ആ എന്താണ്? തത്ത. കബശുൻ, കബശുൻ, കബശുൻ. കബശുൻ ആരാണ്? ആട് അല്ലേ? ഇനി അങ്ങനെ പോയി അവിടെ ഒരു ബിർക്കത്തിലെത്തി. ബിർക്കത്തിലെത്തിയപ്പോ അവിടെ ആരൊക്കെ ഉണ്ട്? ബത്തോത്തുണ്ട്. ബത്തോത്ത്, ബത്തോത്ത്, ബത്തോത്ത് അല്ലെ? താറാവ്. പിന്നെ ലഫ്ദ ഉണ്ട്. ലഫ്ദ, ലഫ്ദ, ലഫ്ദ. പാക്രോം, 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 പാക്രോം അല്ലേ? ഓക്കെ. ലഫ്ദ, ലഫ്ദ. പിന്നെയോ ഇതില് ലാ ഉള്ള വാക്കുകൾ ഏതൊക്കെയാ? നിങ്ങൾ നോക്കൂ. ലാ ഉള്ള വാക്കുകൾ കാണുന്നുണ്ടോ? മിറബലുണ്ട്, ലവ് ഉണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് വായിക്കാൻ അറിയോ? വായിക്കാൻ അറിയില്ലെങ്കിലും സാരല്ല. ലാ നിങ്ങൾക്ക് കണ്ടറിഞ്ഞൂടെ? സ്വാന്ന് എഴുതിയിട്ട് സ്വാന്ന് പോലെ എഴുതിയിട്ട് എന്താ ഒരു പുള്ളി ഉണ്ടാവും അല്ലെ? എന്താ സ്വാദിന് പുള്ളി ഉണ്ടാവില്ല, ദ്വാദിന് പുള്ളി ഉണ്ടാവും അല്ലെ? ഓക്കെ. ഇനി ആ കുളത്തില് എണ്ണി നോക്കി എത്ര സമക്കുകളുണ്ട്, എത്ര സമക്കുകളാ ഉള്ളത് എന്ന് എണ്ണി നോക്കി. എന്താ സമക്ക് എന്ന് പറഞ്ഞാല്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? സമക്ക് എന്ന് പറഞ്ഞാല് എന്താണ്? മീനാണ് അല്ലെ? മീനാണ്. സമക്കുണ്ട് അല്ലെ? എത്ര ഉണ്ട്? വാഹിദുൻ അല്ലെ? വാഹിദുൻ. പിന്നെയോ ഇസ്നാനി, സലാസ അല്ലെ? സലാസ. നമുക്കത് എഴുതാൻ അറിയണം അല്ലെ? എഴുതാൻ അറിയണം. വാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? വാഹിദുൻ എന്നാൽ ഒന്നാണ്. വാഹിദുൻ എന്നാൽ ഒന്നാണ്. രണ്ടാമത്തേത് ഇസ്നാനി, രണ്ടാമത്തേത് ഇസ്നാനി. മൂന്നാണല്ലോ സലാസ, മൂന്നാണല്ലോ സലാസ. നാലിന് പറയും അർബഅ. അവിടെ ഒന്നുകൂടി പാട്. വാഹിദുൻ എന്നാൽ ഒന്നാണ്, വാഹിദുൻ എന്നാൽ ഒന്നാണ്. രണ്ടാമത്തേത് ഇസ്നാനി, മൂന്നാണല്ലോ സലാസ. എങ്ങനെയുണ്ട് പാട്ട്? ഒരു ലൈക്ക് കൊണ്ടടാ, ഒരു ലൈക്ക് കൊണ്ട് സാറിന്. ലൈക്ക് അടിക്ക്, ലൈക്ക് അടിക്ക്. സെറ്റല്ലേ? റെഡിയല്ലേ? റെഡിയല്ലേ? പരീക്ഷയ്ക്ക് നമുക്ക് ഫുള്ള് എ ഗ്രേഡ്, എ ഗ്രേഡ്, എ ഗ്രേഡ്, എ ഗ്രേഡ്. ഓക്കെ. ഇനിയോ ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് സോസുകൾ അല്ലേ? ഇതില് വാഹിദ് സോസ് ഒരു സോസ്, ഇസ്നാനി സോസ് രണ്ട് സോസ്, സലാസ സോസ് മൂന്ന് സോസ് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഇതാ ലാസ്റ്റ് നമുക്ക് അവസാനത്തെ പേജിൽ ഒന്ന് വായിക്കാനുണ്ടല്ലോ, ഒന്ന് വായിക്കാം. അവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട് അല്ലേ? റഖസ, റഖസ അവിടെ കൂട്ടി എഴുതിയിട്ടുണ്ടല്ലോ. ദറസ അവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട്. ഹസദ, ഹസദ അല്ലേ? ലതബ, ലതബ, ലറബ, ലറബ. ഓക്കെ. ഒന്നുകൂടി സാർ വായിക്കട്ടെ. ബദഅ, ബദഅ വായിക്കൂ. റഖസ, റഖസ. ഓക്കെ.
ദറസ ദറസ. ഓക്കെ. ഹസ്വദ ഹസ്വദ. ഓക്കെ. കതബ കതബ. ഓക്കെ. ളറബ ളറബ. വായിച്ചല്ലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഉഷാറായിട്ടുണ്ട്. ക്ലാപ്പ് കൊടുക്കൂ. ഓക്കെ. ഇനി ഇതിലേതാ കൽബ്? കൽബിന് ഏതാ? കാഫ് ഏതാ വേണ്ടത്? ഓക്കെ, റെഡി. ഇനി ഏതാണ്? ഇനി ഇതിലേതൊക്കെ സാ വന്നിരിക്കുന്നത്? സാ ഇതിലേതൊക്കെയാണ്? ചെയ്ത് നോക്കൂ. ഓക്കെ, സാ അത് നിങ്ങൾക്ക് അറിയാലോ. ഇനിയോ ഇതില് കോഫ് വന്നത് ഏതാ? കോ എന്ന് വന്നത് ഏതാ? ഏത് വാക്കില? ഓക്കെ. കീ വന്നത് ഏതാ? കലമുൽ കായുണ്ട് അല്ലേ? കലമുൻ കണ്ടു, കാ കണ്ടു. കിത്തുൻ കണ്ടു, കീ കണ്ടു. കുഫുലിൻ കണ്ടു, കൂ കണ്ടു. അല്ലേ? റെഡി അല്ലേ? സെറ്റാണ്. ഓക്കെ. ഇനി ഏതാണുള്ളത്? അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ഇതുകൂടി കണ്ടു അല്ലേ? ഓക്കെ. കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചു, കുറെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. എന്തെല്ലാം നമ്മൾ പഠിച്ചത്? കുറെ പഠിച്ചില്ലേ? കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? മക്കളെ ഇതെല്ലാം വായിച്ചു നോക്കണം, എഴുതി നോക്കണം. ഓക്കെ, ഇതൊക്കെ എഴുതി നോക്കുക, വായിച്ചു നോക്കുക. എന്നിട്ട് നല്ല മാർക്ക് നേടുക. ഫുൾ മാർക്ക്, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. ഇനി സാർ ഇതാ വേറൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെല്ലാം ഉള്ളത് നോക്കൂ നിങ്ങൾ. ഇതിൽ കുറെ അക്ഷരങ്ങളുണ്ട് അല്ലേ? അക്ഷരങ്ങളല്ല, വാക്കുകളുണ്ട്. കുറെ വാക്കുകളുണ്ട് ഇതിൽ അല്ലേ? ഓക്കെ. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ചിത്രമുണ്ട്. അതിൽ ചിത്രത്തിന് അവിടെ ഒരു കുറെ വാക്കുകളുണ്ട്. പ്രയാസമുണ്ടോ? അത് കുറച്ച് പ്രയാസമുള്ള ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ഓക്കെ. ഇപ്രാവശ്യം പുതിയ ക്വസ്റ്റ്യനിൽ കുറെ സിമ്പിളായിട്ടുള്ള, അതിലളിതമായിട്ടുള്ളത്, വളരെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാവും. കുറച്ചൊക്കെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാവും, കുറച്ചൊരു ടഫായിട്ടുള്ളത് ഉണ്ടാവും, കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ, അങ്ങനെ കുറച്ചൊക്കെ മിക്സഡ് ആയിട്ടുള്ള എല്ലാവർക്കും മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഇനിയോ കൽബിന് എവിടെ? അതാ കൽബിന്. സമക്കനുണ്ട്. ദജാജത്തുണ്ടോ? കിത്തനുണ്ടോ? പൂച്ചയുണ്ടോ? ഓക്കെ. ബൈത്തനുണ്ടോ? ബൈത്തല്ലേ ഇവിടെ കാണുന്നത്, വലിയ ബൈത്ത് അല്ലേ? ചിലപ്പോൾ കളർ കൊടുക്കണ്ടോ? ക്രയോൺസ് എടുക്കണം. പിന്നെ മിസ്മാർ എടുക്കണം. പിന്നെയോ പരീക്ഷയ്ക്ക് പോകുമ്പോ എന്താ വത്തക്കയാണോ? ഇത് സാറേ ഇതാണ് എറൈസറാന്ന് അല്ലേ? റബ്ബറാന്ന് വായിക്കുന്നത്. റബ്ബറൊക്കെ എടുക്കണം. പിന്നെ ഷാർപ്പർ എടുക്കണം, കട്ടർ എടുക്കണം. ചിലപ്പോൾ ഇത് പൊട്ടിപ്പോയാലോ അല്ലേ? കുറുമ്പ് പൊട്ടിപ്പോയാലോ? അത് പിന്നെ ശരിയാക്കണ്ടേ? ഓക്കെ. അപ്പൊ ഇതിൽ സൂസ് ഉണ്ടോ? അനാനാസ് ഉണ്ടോ? അനാനാസ് ഇവിടെ ഉണ്ട് അല്ലേ? അനാനാസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ. പിന്നെയോ പപ്പായ ഉണ്ടോ? ഇതിലുണ്ടോ? ഞാൻ കാണുന്ന ഇതിലുണ്ടോ? നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടോ. പപ്പായ ഉണ്ടോ ഇതില്? ഓക്കെ. ഇനി കുറച്ച് അക്ഷരങ്ങൾ സാറതൊന്ന് വേഗത്തിൽ വായിച്ചു പോകാം. ഓക്കെ. നിങ്ങൾ എഴുതിയെടുക്കണത് എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതിയിട്ട് കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ പേരും സ്കൂളിന്റെ പേരിടണം. ഞാൻ എഴുതി സാർ, പഠിച്ചു സാർ, എനിക്ക് എ ഗ്രേഡ് കിട്ടും. ഞാൻ നോക്കട്ടെ കമന്റ് ബോക്സിൽ. ഓക്കെ. ആ ഇ ഉ വായിക്കും. ബ ബി ബു. ഓക്കെ, ശരി. ത തി തു. ഓക്കെ. റോ റി റു. ഓക്കെ. ക കി കു. എത്ര സിമ്പിൾ അല്ലേ? ഹ ഹി ഹു. സ സി സു. സ്വ സ്വി സു ല്ലേ? ക കി കു. ദ ദി ദു. പുള്ളി ഉണ്ട് കേട്ടോ. ഓക്കെ. ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ഫുൾ എ ഗ്രേഡ് റെഡിയാണ്. ഓക്കെ. എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ എഴുതാൻ സാറ് കുറച്ചുകൂടി വെള്ളം കൂടി കുടിക്കട്ടെ. ഓക്കെ. അപ്പോ നന്നായിട്ട് പരീക്ഷ എഴുതുക, ഉഷാറായിട്ട് വായിക്കുക, നന്നായിട്ട് എഴുതുക. കുറെ എഴുതി പഠിക്കണം അല്ലേ? പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേഷനൊക്കെ വരാനുണ്ട് അല്ലേ? ഓണാവധി വരാനുണ്ട്. എവിടാ നിങ്ങൾ പോകുന്നത്? പല സ്ഥലത്തും പോകാനുണ്ട് അല്ലേ? സാറിന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ടൂറൊക്കെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഉഷാറായിട്ട് പഠിക്കുക. പരീക്ഷയിൽ എല്ലാവർക്കും ഫുൾ എ ഗ്രേഡ് കിട്ടട്ടെ. ഉഷാറായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുമാറാവട്ടെ. സാറ് പോവുകയാണ്. ഓക്കെ. ശുക്രൻ. താങ്ക് യു. ബൈ.